സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാവ്യ മാധവനും മഞ്ജു വാര്യറും ഭയങ്കര സ്നേഹിതരായിരുന്നു. അതായത് എന്ത് കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയും. രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ഒരു ദിവസം പോലും അവർ സംസാരിക്കാതിരുന്നിട്ടില്ല. അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ബന്ധമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണെന്നറിയില്ല കാവ്യ മാധവന് ആ ഒരു ദുഷ്ചിന്ത തോന്നിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരിക്കലും കാവ്യ മാധവന് ഇത് തോന്നിയതല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊരു എന്താ പറയേണ്ടത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ദിലീപ് തന്നെ എനിക്ക് സ്വന്തമാക്കണം എന്ന് കരുതിയിട്ട് സ്വന്തമാക്കിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും ദിലീപിന്റെ കൂടെ പോയതോട് കൂടിയിട്ട് കാവ്യ മാധവന്റെ ജീവിതം കൊഞ്ഞാട്ടിയായി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു പക്ഷെ നമ്മളെല്ലാവരും ആലോചിക്കുമ്പോഴേ ഈ ഒരു സംഭവത്തിനെല്ലാം കാരണം കാവ്യ മാധവനല്ലേ എന്നുള്ളൊരു ചിന്ത വരെ നമുക്ക് വരും. കാവ്യ മാധവൻ വലിയ സ്വപ്നങ്ങളായിരുന്നു കാവ്യ മാധവന് ദിലീപിന്റെ കൂടെ വരുമ്പോഴേ, അതുപോലെ ആദ്യത്തെ വിവാഹം കഴിക്കുമ്പോഴേ. ഇതൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെയുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല വിലയുള്ള, ഒരുപക്ഷെ ദിലീപിനെ പോലെ അതുപോലെ കാവ്യ മാധവൻ, മഞ്ജു വാര്യർ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നടിമാറ കൂട്ടത്തിലൊന്നും തന്നെ ഒരു സിനിമാ താരം മാത്രമായിട്ടല്ല, അവരൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെയാണ് നമ്മൾ ഓരോ മലയാളികളും കാണുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാനമുണ്ടായിരുന്നു കാവ്യ മാധവന്. പക്ഷെ ഇന്നെല്ലാം നശിച്ച് ആർക്കും കണ്ടുകൂടാതെ എല്ലാവരും വെറുപ്പോട് കൂടിയിട്ട് മാത്രമാണ് കാവ്യ മാധവനെ ഇന്ന് നോക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം കാവ്യ മാധവന്റെ കയ്യിലുണ്ട്. കാവ്യ മാധവൻ കാരണം തന്നെയാണ് ഈ ഒരു പ്രശ്നം വന്നത് എന്ന് ചെറിയൊരു വിഭാഗം ജനങ്ങളല്ല, ഒരു 3/4% ആൾക്കാർ വരെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാവ്യ മാധവനും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കാവ്യ മാധവൻ വിളിക്കും, ചേച്ചി ഇന്ന് അമ്പലത്തിൽ പോയിരുന്നോ, മോളെ ഇന്ന് അമ്പലത്തിൽ നീ പോയിരുന്നോ, രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിക്കും. ഒരു ജ്യേഷ്ഠത്തിയും അനുജത്തിയും എങ്ങനെയാണ് അതുപോലെയാണ് രണ്ടുപേരും സംസാരിക്കുക. പഴയകാല ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ദിലീപിന്റെ കുടുംബവുമായിട്ട് കാവ്യ മാധവനുള്ള ബന്ധങ്ങളെ. അതുപോലെ മഞ്ജുവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അനുജത്തെ അത്രത്തോളം സ്നേഹിച്ചിട്ടാണ് കാവ്യ മാധവനെ വളർത്തിയത് എന്നുള്ളതാണ്. അങ്ങനെയാണ് കാവ്യ വിളിച്ചു കഴിഞ്ഞാൽ അന്ന് മഞ്ജുവിന് ഒന്നും വേണ്ട, അത്രത്തോളം സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കാവ്യ മാധവന്റെ വിവാഹത്തിനൊക്കെ ഒരു ചേച്ചിയുടെ റോള് ഏറ്റെടുത്തതിന് ശേഷം, അതായത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സഹായങ്ങൾക്കും മുന്നിട്ടുള്ളത് മഞ്ജു വാര്യർ തന്നെയാണ്. ആ ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദിലീപ് പോലും കല്യാണത്തിന് പങ്കെടുത്തോ എന്ന് സംശയമാണ്. പക്ഷേ കാവ്യ മാധവന്റെ കല്യാണത്തിന് മഞ്ജു വാര്യർ പങ്കെടുത്തു, മീനാക്ഷി പങ്കെടുത്തു, അതിന്റെ ഫോട്ടോയും എല്ലാം ഇന്നുണ്ട്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് കാവ്യ മാധവന്റെ വിവാഹബന്ധം തകരാൻ കാരണം ദിലീപാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാവ്യ മാധവൻ വീട്ടിലേക്ക് വന്നു. പിന്നീട് ഗദ്ദാമ പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി. പിന്നീട് കാവ്യ മാധവനും അതുപോലെ തന്നെ ദിലീപും അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചില സിനിമകൾ ഉണ്ടാക്കി. അങ്ങനെ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി പോലെയുള്ളൊരു സിനിമ, അങ്ങനെ പല സിനിമകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനും കാവ്യ മാധവനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഇവർ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ബന്ധമായി. ഇവരെ പറ്റിയിട്ട് പല ആൾക്കാരും പറയാൻ തുടങ്ങി. അതുപോലെ കാവ്യ മാധവന് വേണ്ടിയിട്ടാണ് വിദേശത്തുള്ള ഷോയ്ക്ക് വരെ ദിലീപ് പോകുന്നത്. ഇവിടെ ഒരുപാട് സിനിമകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കോടികൾ പ്രതിഫലം കിട്ടും. എന്നാലും ദിലീപ് കാവ്യ മാധവനെയും ഇവരെ എല്ലാവരെയും കൊണ്ടുപോകും. പലപ്പോഴും അതായത് ദിലീപ് റൂമിലേക്ക് വരാറുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ അതിജീവിതയെ പോലെയുള്ള നടികളൊക്കെ കാണാറുണ്ട്. പിന്നെ പല നടികളും കാണാറുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലും ഒഴിമാറ്റിയ കാര്യങ്ങളെല്ലാം നമുക്കറിയാലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിനെ കാട്ടിയും കാവ്യ മാധവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇത്രയും നല്ല സുഖത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ഒരു ബുദ്ധി തോന്നിയത്? പിടിക്കപ്പെടില്ല എന്ന് തന്നെയാണ് ഈ പാവം ദിലീപ് കരുതിയത്. അയാൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഒന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇനി അറിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ താരമല്ലേ, സിനിമാ താരങ്ങൾക്കെതിരെ ഒരുപാട് ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് അതുപോലെ അങ്ങ് പോയിക്കോളും. പിന്നെ ഈ നടിയുമായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയും പിന്നീട് ഇത് പ്രശ്നങ്ങളായപ്പോഴേ ദിലീപ് അന്ന് വൈകുന്നേരം ആ ഒരു യോഗത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ മഞ്ജു വാര്യർ പറയുന്നുണ്ട് ഇത് കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ദിലീപ് സംസാരിക്കുമ്പോഴും ദിലീപ് ശരിക്കും തകർന്ന് തരിപ്പണമായതുപോലെയാണ്. ഭയങ്കരമായിട്ടുള്ള ഭയം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പേടി അയാൾക്കുണ്ട്. ഇന്ന് അയാളുടെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാളുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ളത്. അതായത് ആ മനുഷ്യന്റെ ഉള്ളിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറ്റബോധം കൊണ്ട് എന്തൊക്കെയോ ഒരുപാട് കുറ്റബോധങ്ങളുടെ, അയാൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണിത്. ആ മഞ്ജു വാര്യരെ പോലെയുള്ള ആ ഒരു പെൺകുട്ടിയോട് ക്രൂരത കാണിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ്. ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ
ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർക്കും ദിലീപിനും നല്ല സുഖത്തിൽ ജീവിക്കാമായിരുന്നു. അതുപോലെ മഞ്ജു വാര്യർ പോയി കഴിഞ്ഞാലും കല്യാണം കഴിക്കാതെ വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. കാവ്യ മാധവനെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ദിലീപിന് ഈ പേരുദോഷം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരെ ചതിച്ച് കാവ്യ മാധവനെ കെട്ടിക്കൊണ്ടുള്ള ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ കാവ്യ മാധവനാണ് ഈ കുടുംബം കലക്കിയത് എന്നുള്ള തരത്തിലുള്ള ദേഷ്യമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാവ്യ മാധവൻ വരെ എന്ന് പറഞ്ഞാൽ ശരിക്കും ക്രൂശിക്കപ്പെടുകയാണ്. ഇപ്പൊ കാവ്യ മാധവന്റെ അച്ഛൻ മരിച്ചു, വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. അതായത് കാവ്യ മാധവൻ ഇപ്പോഴും ആ ബാങ്ക് മാനേജറായ നിശാൽ ചന്ദ്രയുടെ ഭാര്യയാണെങ്കിൽ കാവ്യ മാധവന്റെ ലെവല് വേറെ തന്നെ പോകുമായിരുന്നു. അതായത് സിനിമയോ കാര്യങ്ങളോ പൈസയോ ഒന്നുമല്ല, ഫെയിമോ ഒന്നുമല്ല, അതൊക്കെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം മതി. പക്ഷെ മനുഷ്യന്റെ അറിവും ജോലിയും അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ദിലീപിനെ പോലെയുള്ള ഒരാളുടെ കൂടെ വന്നപ്പോൾ നല്ല ഫെയിം കിട്ടും എന്ന് വിചാരിച്ച കാവ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരകത്തിലേക്ക് തള്ളിവിട്ട പോലെയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴെല്ലാം നശിച്ചു. ഒരാൾക്കും വേണ്ടല്ലോ, ഒരാളൊരു സുഖവിവരം അന്വേഷിച്ച് വിളിക്കുന്നില്ല, സിനിമാക്കാരില്ല, സുഹൃത്തുക്കളില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലുള്ള ഉത്സവത്തിന് വരെ ദിലീപിനെ പങ്കെടുപ്പിക്കുന്നില്ല. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം. ദിലീപ് എന്നുള്ളൊരു മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും എന്ന് പറഞ്ഞാൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങേര് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യും തോന്നുന്നില്ല. അത്രത്തോളം അങ്ങേര് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴങ്ങേര് ചെയ്തോന്നൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങയുടെ കോടതി ഇപ്പം വെറുതെ വിട്ടതാണ്. പക്ഷെ കോടതി വിധി പോലും പലരും അംഗീകരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിലീപിന്റെ പ്രശ്നം തന്നെയാണ്. പലരും എന്ന് പറഞ്ഞ് കൂറുമാറി. അപ്പൊ കൂറുമാറിയത് കൊണ്ടാണ്, സിദ്ദിഖിനെ പോലെയുള്ള ആൾക്കാർ കൂറുമാറിയത് കൊണ്ടാണ് ദിലീപിനെ രക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയൊരു സിനിമയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയില്ല. പിന്നെ എല്ലാവരും ഇറക്കുന്ന പോലെ ഇതേപോലെ ഒരു പടം ഇറക്കാം. ആ പടം ഇറക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമ കാണാനൊന്നും ഒരിക്കലും കുടുംബ പ്രേക്ഷകർ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും നോക്കും, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരൊക്കെ നിർത്തിയിരിക്കുന്നു. പണ്ടൊക്കെ ദിലീപ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആവേശമാണ്, ഒരു ആഗ്രഹമാണ്, ഒരു എന്താണെന്നറിയില്ല, ഒരു ഭയങ്കരമായിട്ടുള്ള ഇതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്തൊക്കെയോ ഇദ്ദേഹം ചെയ്തു കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോടതി ശിക്ഷിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മനസാക്ഷി ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ആ മനസാക്ഷി കുത്ത് ഉണ്ടെങ്കിലില്ലേ നമ്മുടെ ജീവിതം എപ്പോഴും നശിച്ചു എന്ന് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് ദിലീപിന്റെ കാര്യത്തിലൊക്കെ. അയാൾക്ക് എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു പ്രശ്നം അയാൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മഞ്ജു വാര്യരെ ശരിക്കും ചതിക്കുകയാണ് കാവ്യ മാധവൻ ചെയ്തത്. സ്വന്തം ചേച്ചി എന്ന് വിളിച്ചിട്ട് ആ ചേച്ചിയുടെ ഭർത്താവിനല്ലേ തട്ടിയെടുത്തത്. കാവ്യ മാധവന് തന്നെ പറയാമായിരുന്നു, എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല. അതായത് നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെങ്കിൽ ഒരുപാട് പ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് തന്നെ അങ്കിള് എന്ന് വിളിച്ച് നടന്നവനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ മറ്റേ ലൊക്കേഷനിൽ വരുമ്പോൾ എടുത്ത് നടന്നൊരു ആളാണ്. അയാൾ പോയിട്ടാണ് ഇതുപോലുള്ള ഒരു തെണ്ടിത്തരം കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിലീപ് പലപ്പോഴും മണ്ടൻ തന്നെയാണ്. മണ്ടൻ തീരുമാനങ്ങളാണ് അയാൾ പലപ്പോഴും എടുത്തിരിക്കുന്നത്. അയാൾ വന്ന വഴികളോ അല്ലെങ്കിൽ അയാൾ ജനിച്ച സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് അതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോഴും ഇയാളുടെ ഈ കുരുക്ക് അഴിയണമെങ്കിൽ ഇനിയിപ്പോഴും ആ യഥാർത്ഥ പ്രതികളെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ ഇവരാണ് പ്രതികൾ തെളിവോടുകൂടി ഹാജരാക്കിയാൽ മാത്രമേ ഇദ്ദേഹത്തിന് ഒരു മോചനം അതിൽ നിന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, അതുപോലെ തന്നെ ഒരു ഹൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.